അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കക്കാർക്ക് മുസ്ലിമീങ്ങളോടുണ്ടായിരുന്നത് അന്ധമായ വിരോധമായിരുന്നു, സഹിക്കാനാവാത്ത ശത്രുതയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കച്ചവട സംഘം മുസ്ലിങ്ങളാൽ അപകടത്തിലാണ്, ഭീഷണിയിലാണ് എന്ന വിവരം ലഭിച്ചതും മക്കയിലെ എല്ലാവരും എഴുന്നേറ്റു. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഒരുങ്ങാൻ തയ്യാറായി. നേതാക്കന്മാർ ഓടി നടന്ന് എല്ലാവരോടും രംഗത്തിറങ്ങാൻ പറഞ്ഞു. ഇതിനെ ചെറുതായി കാണരുത് എന്നാണ് അവർ പറഞ്ഞത്. ഇതിന് തൊട്ടു മുമ്പ് അവർക്കുണ്ടായ തിരിച്ചടി അംർ ഇബ്നുൽ ഹളറമിയുടെ സംഭവമായിരുന്നു. ഇത് അങ്ങനെ ഒരു ചെറിയ സംഭവമായിരിക്കില്ല എന്നെല്ലാവരും ഓർമ്മപ്പെടുത്തുകയും പരസ്പരം തെര്യപ്പെടുത്തുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ എല്ലാവരും ഇറങ്ങി. അതിൽ അബൂ ലഹബ് വന്നില്ല. അടിസ്ഥാനപരമായി അബൂ ലഹബ് ഒരു സൂത്രശാലിയാണ്. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് ശരിയാണ്. അതോടൊപ്പം അദ്ദേഹം എന്ത് ചെയ്തു അറിയോ, തനിക്ക് പണം തരാനുള്ള ഒരാളുണ്ടായിരുന്നു. ആ ആളോട് ഉപാധി വെച്ചു, നീ ഒന്നുകിൽ എൻ്റെ പണം തരണം, അല്ലെങ്കിൽ എനിക്ക് പകരം നീ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താനുള്ള ഈ സംഘത്തിൽ എനിക്ക് പകരം നീ പോകണം. അങ്ങനെ അബൂ സുഫിയാൻ അബൂ ലഹബിന് പകരം അബൂ ലഹബ് ഒരാൾ വിട്ടു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബനു ഉദൈ കുടുംബം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണത്. ബനു ഉദൈ കുടുംബം, അവരിൽ ഒരാൾ പോലും ഈ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറായില്ല. ബനു ഉദയിൽ നിന്ന് ആരും ഉണ്ടായില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും കൂടി ഇറങ്ങി. ഏകദേശം ഒരു 1300 പേർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. 100 കുതിരകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. 600 പടയങ്കികൾ ഉണ്ടായിരുന്നു. പടയങ്കി വളരെ പ്രധാനമാണ് യുദ്ധത്തിൽ. പടയങ്കിയുടെ എണ്ണവും അതാണ്. അതായത് മുൻനിരയിൽ നിന്ന് പോരാടുന്ന പോരാളികളെ അവരുടെ ജീവൻ രക്ഷിക്കുന്നത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ കവചമായി നിൽക്കുന്നത് പടയങ്കിയാണ്. ലോഹനിർമ്മിതമായ പടക്കുപ്പായമാണ്. ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം പോലെയുള്ള ഒന്നാണ് പടയങ്കി എന്ന് പറയുന്നത്. 600 പടയങ്കികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ എണ്ണമറ്റ ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒട്ടകങ്ങൾ അവർക്ക് യാത്ര ചെയ്യാനും വേണം, മാത്രമല്ല ഭക്ഷണത്തിന് കഴിക്കാനും അതിനുവേണ്ടി അറക്കാനും അവർക്ക് വേണം. അതുകൊണ്ട് എണ്ണമറ്റ ഒട്ടകങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അബൂ ജഹൽ തന്നെയായിരുന്നു അവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട നേതാവ്. അങ്ങനെ അവർ മക്കയിൽ നിന്ന് ഇറങ്ങി. മക്കയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു ഭയം വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഖുറൈശികൾക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു, ബനു ബക്കർ. അതായത് മക്കയിലെ ജനങ്ങളെ നമുക്ക് 2 വിഭാഗമായി കാണാം. ഒന്ന് ബനു ഹുസാ, രണ്ടാമത്തെ ബനു ബക്കർ. നമ്മൾ സാധാരണ മദീനയിൽ ഔസ് ഖസ്റജ് എന്നൊക്കെ പറയും പോലെ തന്നെയുള്ള 2 കുടുംബങ്ങൾ. ഇവർ തമ്മിൽ പണ്ടേ സ്വരച്ചേർച്ചയില്ലാത്തവരാണ്, ഹുസായും ബനു ബക്കറും. ആ സംഭവം നമ്മൾ മക്ക വിജയത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വീണ്ടും പറയാനുണ്ട്. ഏതായിരുന്നാലും ഖുറൈശികൾ ബനു ഹുസായോടൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബനു ഹുസാ അവരോടൊപ്പം ഈ ദൗത്യയാത്രയിലുമുണ്ട്. പക്ഷേ ബനു ബക്കർ ഇല്ല. ബനു ബക്കർ ഇല്ലെങ്കിൽ ബനു ബക്കർ തങ്ങളെ പിന്നിൽ നിന്ന് അടിക്കുമോ എന്ന ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ വന്നാൽ അവർ 2 ശത്രുവിൻ്റെ ഇടയിൽപ്പെടും. മുമ്പിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും, മുസ്ലിം സേന, പിന്നിൽ ബനു ബക്കർ. അങ്ങനെ അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആദ്യം ഇവരെ ഒതുക്കി നിർത്തിയതിന് ശേഷം പോയാൽ മതിയോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു. ആ സമയത്താണ് അവരുടെ മുമ്പിലേക്ക് സുറാഖത്ത് ബിൻ മാലിക് വന്നത്. സുറാഖത്ത് ബിൻ മാലിക് നാട്ടിലെ ഒരു പ്രധാനിയായിരുന്നു, ഒരു മാധ്യസ്ഥനായിരുന്നു. അദ്ദേഹം വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴൊക്കെ ഇടയ്ക്ക് കയറി മദ്യം പറയുന്നതാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ബനു ബക്കറിൻ്റെ കാര്യം ഞാൻ ഏറ്റു, അവരുടെ ഭാഗത്തിൽ നിന്ന് അനിഷ്ടകരമായ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകാം. അതോടുകൂടെ ഖുറൈശികൾക്ക് മനസ്സിന് തണുപ്പ് തോന്നി, അവർക്ക് ആശ്വാസമായി.
പിന്നെ ആ ചരിത്രത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു കൗതുകം, സാക്ഷാൽ സുറാഖത്ത് ബിൻ മാലിക് ഈ മാധ്യസ്ഥത അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് സുറാഖത്ത് ബിൻ മാലിക്കുൽ മുദ്ലിജിയുടെ രൂപത്തിൽ വന്ന പിശാചായിരുന്നു, ഇബ്ലീസുൽ ലഈനായിരുന്നു. അങ്ങനെ അവർ പുറപ്പെട്ടു. നേരെ അവർ വാദി ഉസ്ഫാനിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്നവർ നേരെ ഖുദൈദിലേക്ക് വന്നു. പിന്നെ അടുത്ത സെൻറ്റർ ജുഹ്ഫയാണ്. ജുഹ്ഫയിലെത്തി. അപ്പോൾ അവരെ തേടി ഒരു ദൂതും വന്നണത്. എന്താണെന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.